ഹലോ ഗൈസ്, പുതിയ പടിയിൽ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പോകുന്ന ശർക്കര ദേവീക്ഷേത്രത്തിലേക്കാണ്. തീരുമാനിച്ച ചേട്ടനും ചേച്ചിയും പോകാനാണ്. പിന്നെയാണ് പ്ലാൻ മാറ്റിയത്, ഫാമിലി ആയിട്ട് പോകാം. അപ്പോൾ അമ്മയും ചേച്ചിയും അനിയനും അമ്മച്ചിയും ഓട്ടോയിലും അങ്ങോട്ട് വരുന്നത്, ഞാനും ചേട്ടനും ബൈക്കിൽ അങ്ങോട്ട്. ഗൈസ് അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി ബൈക്കിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷം അവിടെ കയറിയിട്ട് അറിയാം. ബൈക്ക് മാറി കാറിൽ കയറി. അമ്മയും അനിയനും അമ്മച്ചിയും കാറിലുണ്ട്. ഇതാണ് ചേട്ടനും ചേച്ചിയും. അവരിനി ബൈക്കിലാണ് അങ്ങോട്ട് വരുന്നത്. കല്യാണം കഴിഞ്ഞിട്ട് ഒരാഴ്ചയായുള്ളൂ. ചേച്ചിയുടെ കുടുംബക്ഷേത്രമാണ്. ചേച്ചിയും ചേട്ടനും ബൈക്കിൽ കയറി. അവർ കാറിൻ്റെ പുറകെയാണ്. നമ്മളാണ് മുന്നിൽ പോകുന്നത്. മാമച്ചിയാണ് ഡ്രൈവ് ചെയ്യണത്. ഇനി നിങ്ങൾ കാണുന്ന കാറിലെ വിഷ്വൽസ് ആണ്. വരുന്നുണ്ട്. ക്ഷേത്രത്തിൽ എൻ്റെ എത്തി. കയറി വന്നപ്പോൾ വണ്ടി ഉറുകെ കൊണ്ട് ചവിട്ടി. ഡ്രൈവർ കൈ കാണിച്ചു കയറിപ്പോകാൻ. നേരെ കയറിപ്പോയത് പാർക്കിലേക്കാണ്. ആളിൻ്റെ അപ്പുറത്താണ് പാർക്ക് ചെയ്യുന്നത്. ആളെല്ലാം തൊഴുതിറങ്ങി പോകുന്നു. വലിയ ആൾ തിരക്കില്ലായിരുന്നു. പുറകെ നടന്നു പോകുന്നു. മാമച്ചിയാണെങ്കിൽ ഹോൺ അടിക്കുന്നു. ആളിൻ്റെ വീട്ടിൽ ആളൊക്കെ കൂടിയിരിക്കുന്നു. പാർക്കിലോട്ടാണ് വണ്ടി പോകുന്നത്. കാറൊക്കെ പാർക്ക് ചെയ്യുന്നു. എല്ലാവരും കാറിൽ നിന്ന് ഇറങ്ങി. ചെരുപ്പൊക്കെ കാറിലിട്ടു. അങ്ങനെ വലിയ ആൾ തിരക്കൊന്നും ഇല്ലായിരുന്നു. കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നു. ഇവിടെ ഉത്സവവും നല്ല തിരക്കായിരിക്കും. ഉത്സവത്തിനാണ് അടിപൊളി. ഇവിടെ കാറിൽ നിന്ന് എല്ലാവരും ഇറങ്ങി നിൽക്കുകയാണ്. നേർച്ചയുടെ പൈസ എടുക്കാണ്. അബി അങ്ങോട്ട് മാറുകയാണ്. ചേട്ടനും ചേച്ചി എന്തോ കാര്യം പറയുന്നു. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നടന്നതാണ്. അബിയും മാമച്ചിയും എല്ലാവരും അങ്ങോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആളുടെ അവിടെ ആൾക്കൂട്ടം. മാമച്ചിയും അമ്മച്ചിയും എന്തോ കാര്യം പറഞ്ഞ് നടക്കുകയാണ്. ഈ കടയിലേക്കാണ് പോകുന്നത്. ആ കടയിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കേണ്ടത്. ചേട്ടനും മാമച്ചിയും കാര്യം പറഞ്ഞ് നടക്കുകയാണ്. അവരെന്തോ കാര്യം പറയുന്നു. എന്താണെന്ന് മനസ്സിലാകുന്നില്ല. പറഞ്ഞ് നടക്കുകയാണ്. അതാണ് ക്ഷേത്രത്തെ എൻട്രൻസ്. ആ കടയിൽ നിന്ന് സാധനം വാങ്ങിക്കാണ് പോകുന്നത്. ഇതാണ് ക്ഷേത്രത്തെ എൻട്രൻസ്. കാറിൽ വന്ന വഴി. അമ്മച്ചിയും പുറകെ വരുന്നുണ്ട്. തൊഴുവാനായിട്ട് ആളുകളെ കയറി വരുന്നത്. കാറിലും ബൈക്കിലും എല്ലാം കയറി വരുന്നുണ്ട്. എവിടെ നോക്കിയാലും മാല കാണാം. ആളിൻ്റെ മൂട്ടിലും ആൾക്കൂട്ടമുണ്ട് ചെറിയ. അപ്പോഴാണ് കടയിലെത്തിയത്. ചേട്ടനും മാമച്ചിയും കടയിലോട്ട് കയറി. പൂജാ സാധനം വാങ്ങിക്കുന്നത്. ചേട്ടനും മാമച്ചിയും വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയും ചേച്ചിയും വന്നു. ചേട്ടൻ തിരിയും വെളിച്ചെണ്ണയും കർപ്പൂരവും വാങ്ങി. സാധനം വാങ്ങി ക്ഷേത്രത്തിൽ. അപ്പോഴാണ് മാമച്ചിക്ക് അങ്ങോട്ട് പോകേണ്ടത്. അമ്മയും അമ്മനും കയറി. കൂടെ കയറി. ഈ എൻട്രൻസ് വരെ ഫോൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തോട്ട് ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവിടെ നിൽക്കുന്നത് മാമച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അമ്മയും അനിയനും മാമച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അനിയനും അമ്മയും അവിടെ നിൽക്കുന്നു. ചേട്ടനും ചേച്ചിയും വരാനുണ്ട്. അപ്പോൾ തൊഴുതിറങ്ങി. ഭയങ്കര വെയിലായിരുന്നു. ക്ഷേത്രത്തിൻ്റെ വെളിയിൽ നിന്നാണ് വീഡിയോ പിടിക്കുന്നത്. അമ്മയും അമ്മച്ചിയും അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്നത്. സ്റ്റേജ്. ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് ഭാഗം. അമ്മച്ചിയും അവിടെ തൊഴുതുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ തൊഴുതിറങ്ങിയതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റും. ഇതാണ് ക്ഷേത്രക്കുളം. ക്ഷേത്രക്കുളത്തിൻ്റെ അവിടെ നിന്നാൽ അമ്പലം കാണാം. അപ്പോൾ എല്ലാവരും തൊഴുതിറങ്ങി കയറി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.